അക്കൗണ്ടൻസി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഒറ്റ മിനിറ്റിൽ പഠിച്ചാലോ? എടാ, എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും രണ്ട് ട്രീറ്റ്മെന്റ് ആണ് ഉണ്ടാവുക. ഒന്ന് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിലും ഒന്ന് ബാലൻസ് ഷീറ്റിലും. എങ്ങനെയാ നോക്കാം. ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിലെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും എഴുതണം, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും എഴുതണം. മറക്കരുത്, ഒരു അസറ്റ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൺസേൺഡ് എക്സ്പെൻസ് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടിൽ എവിടെയാണോ ആ എക്സ്പെൻസ് എഴുതുന്നത് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. കൂടാതെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലും കാണിക്കണം. ഇനി ഏതാ പ്രീപെയ്ഡ് എക്സ്പെൻസ്, മുൻകൂർ അടച്ച എക്സ്പെൻസ് ആണല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിലെ എക്സ്പെൻസ് ആ കൺസേൺഡ് എക്സ്പെൻസ് ഒന്ന് കുറച്ച് കാണിക്കണം. കൂടാതെ ബാലൻസ് ഷീറ്റിലെ ഒരു അസറ്റ് ആയിട്ട് എഴുതണം. ഓക്കെ. ഇനി ഏതാ അക്രൂഡ് ഇൻകം കിട്ടാനുള്ളതാണ്. അത് നമ്മുടെ ഓൾറെഡി ഉള്ള ഇൻകത്തിന്റെ കൂടെ P&L അക്കൗണ്ട് എഴുതി ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. അതേസമയം ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലും എഴുതണം. ഇനി ഏതാ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം അഡ്വാൻസ് ആയി ലഭിച്ചതാണ്. സോ നമ്മൾ P&L അക്കൗണ്ടിൽ കൺസേൺഡ് ഇൻകത്തിന് ലെസ് ചെയ്ത് കാണിക്കണം. അതേസമയം ബാലൻസ് ഷീറ്റിൽ ഒരു ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഓക്കെ. ഇനി ഡിപ്രിസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അത് P&L അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് തന്നെ അങ്ങ് എഴുതി കൊടുക്കുക. ഓക്കെ. പക്ഷേ ബാലൻസ് ഷീറ്റിൽ പോകുമ്പോൾ അസറ്റിൽ ഏത് അസറ്റിന്റെ ആണോ ഡിപ്രിസിയേഷൻ ആ അസറ്റിൽ ഈ ഡിപ്രിസിയേഷന്റെ വില കുറച്ചും കാണിക്കണം. ശേഷം പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, ഇത് രണ്ട് വന്നു കഴിഞ്ഞാലും നിങ്ങളത് ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ ആ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ഈ വാല്യൂ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കണം. പിന്നെ മാനേജേഴ്സ് കമ്മീഷൻ, മാനേജേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഒരു ചെലവാണല്ലോ, അപ്പോൾ ഒരു എക്സ്പെൻസ് ആയി കാണിക്കണം. അതേസമയം അത് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. പിന്നെ ഏതാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓണറിന് കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിൽ ചെലവ് തന്നെയാണ്, ഒരു എക്സ്പെൻസ് ആയി കാണിക്കുക, ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. പിന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ ഓൾറെഡി ബാഡ് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു, പിന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ചും കാണിക്കുന്നു. അപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ വരുമ്പോഴും രണ്ട് ട്രീറ്റ്മെന്റും ചെയ്തു നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെക്കുക, ഇത് മൊത്തം പഠിച്ചു വെക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ എടുത്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.